Hi all, welcome to iPlus Training Solutions. ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കേറ്ററ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ എക്സാംസിന് ചോദിച്ച ഒരു 4-5 ചോദ്യവുമായിട്ടാണ് നമ്മൾ ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. He dashed a letter to his friend every week. ഇപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്കറിയാം ഏതുമായിട്ട് റിലേറ്റഡ് ആണ്, ടെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഹി ഡാഷ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് എവറി വീക്ക്. അപ്പൊ ടെൻസ് നമ്മൾ പഠിക്കുമ്പോൾ ഇനി ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചിരിക്കണം, അതേപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് പഠിച്ചിരിക്കണം, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഈ 4 ടെൻസുകളാണ്. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ് ഓർത്തിരിക്കണം, സിമ്പിൾ പാസ്റ്റ്, അതേപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഈ 4 ടെൻസുകൾ. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കാനായിട്ടാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എപ്പോഴും യൂസ് ചെയ്യുന്നത് അല്ലെ. ഹാബിച്വൽ ആക്ഷൻ അല്ലെങ്കിൽ തന്നെ നമുക്ക് വേഗം അതൊന്ന് ഐഡന്റിഫൈ, ഇപ്പൊ എവറി വീക്ക്, എവറി ഇയർ, യൂഷ്വലി, ഒക്കേഷണലി, അങ്ങനെയൊക്കെയുള്ള ചില വേർഡ്സ് കാണുമ്പോൾ ആ വേർഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇതൊരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പൊ ഈ ക്വസ്റ്റിനിൽ തന്നെ നമുക്കറിയാം, ഹി ഡാഷ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് എവറി വീക്ക്. എവറി വീക്ക് എല്ലാ ആഴ്ചയും, അത് ഹാബിച്വൽ ആയിട്ട് നടക്കുന്ന ഒരു എല്ലാ ആഴ്ചയും അല്ലേ. അപ്പോ അതിൽ നിന്ന് നമ്മൾ എന്ത് ഐഡന്റിഫൈ ചെയ്തു? ഇത് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സോ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വേർബിന്റെ ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ വേർബിന്റെ പ്രസന്റ് ഫോം ആണ്. സോ ഇവിടെ സബ്ജക്റ്റ് ഹി ആയതുകൊണ്ട് തന്നെ വേർബ് എങ്ങനെയായിരിക്കണം? സിംഗുലർ ഫോമിലായിരിക്കണം വരേണ്ടത് അല്ലേ. റൈറ്റ്, റോട്ട്, റൈറ്റ്സ്, റൈറ്റിംഗ്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ സിംഗുലർ ആയിട്ടുള്ള വേർബ് എന്ന് പറയുന്നത് ഏതാണ്? റൈറ്റ്സ് ആണ്. ഹി റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് എവറി വീക്ക്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്തു? ഈ എവറി വീക്ക് എന്നുള്ള ഒരു വേർഡ് കണ്ടിട്ടാണ് അല്ലേ. എവറി വീക്ക്, എവറി ഇയർ, എവറി ഡേ, യൂഷ്വലി, ഒക്കേഷണലി, അങ്ങനെ കുറെ വേർഡ്സ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് വേഗം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ഇത് ഏത് ടെൻസ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇനി സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിലും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കുള്ള എന്താണ്? ടൈം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ പാസ്റ്റ് ആക്ഷൻ. എ ഇയർ എഗോ, അല്ലെങ്കിൽ മെനി ഇയേഴ്സ് എഗോ, യെസ്റ്റർഡേ, അങ്ങനെ ഒരു ടൈം സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഒരു സെന്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഏതായിരിക്കണം യൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഐ സോ ഹിം യെസ്റ്റർഡേ. ഐ സോ ഹിം യെസ്റ്റർഡേ. അപ്പൊ യെസ്റ്റർഡേ എന്ന് പറയുന്ന ഒരു ടൈം അവിടെ പറഞ്ഞത് കൊണ്ടാണ് ഐ സോ ഹിം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലോ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് അത് നടക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? പാസ്റ്റിൽ പാരലായിട്ട് നടക്കുന്ന 2 ആക്ഷൻസിനെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതായത് പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യമാണ് ഒരേ സമയത്ത് നടക്കുന്ന 2 കാര്യം. ഓക്കെ, അതിനെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ എന്താണ് അത് ഓർത്തിരിക്കുക. പിന്നീട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നതോ അതും പാസ്റ്റിൽ കഴിഞ്ഞു പോയ 2 കാര്യങ്ങളാണ്, പക്ഷെ അത് 2 സമയത്താണ് കഴിഞ്ഞു പോകുന്നത്. ഓക്കെ, 2 സമയം, അത് ഫസ്റ്റ് നടക്കുന്ന പാസ്റ്റ് ആക്ഷൻ നമ്മൾ എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും സെക്കൻഡ് നടന്ന സംഭവം നമ്മൾ സിമ്പിൾ പാസ്റ്റിലും പറയും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, the train had left before I reached the station. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, I reached the station. എന്താണ്? The train had left എന്ന് പറഞ്ഞു. ഹാഡ് പ്ലസ് V3 ആണ്. ഇപ്പം പാസ്റ്റിൽ രണ്ടും അങ്ങനെയാണ്, 2 പാസ്റ്റിൽ നടന്ന കാര്യമാണ്. ട്രെയിൻ പോയി, ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പേ ട്രെയിൻ പോയി, ഇതെല്ലാം കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അവിടെ ആദ്യം സംഭവിച്ച കാര്യം, ഫസ്റ്റ് ആക്ഷൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും സെക്കൻഡ് ആക്ഷൻ നമ്മൾ സിമ്പിൾ പാസ്റ്റിലും പറയും. ഓക്കെ, അപ്പൊ ഈ 4 ടെൻസുകൾ, സിമ്പിൾ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, മിക്കവാറുള്ള ക്വസ്റ്റ്യൻസ് ഈ 4 കേസിൽ നിന്നും ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇത് ഇത്രയും നിങ്ങളൊന്ന് പഠിച്ചിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഹി റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് എവറി വീക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഷി ഹാസ് ബീൻ ലിവിംഗ് ഇൻ ഡൽഹി ഡാഷ് 10 years.
ഷി ഹാസ് ബീൻ ലിവിംഗ് ഇൻ ഡൽഹി ഡാഷ് 10 years. ഇത് എന്റെ ആൻസർ ഒരുവിധം എല്ലാവർക്കും അറിയും. കാരണം ഇവിടെ നമ്മൾ സിൻസ് ഫോറും മാത്രം ഇവിടെ നോക്കിയാൽ മതി അല്ലെ. സിൻസ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് കേസിലാണ്? ഒരു പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ നമ്മൾ ഒരു പോയിന്റ് ഓഫ് ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും? സിൻസ് യൂസ് ചെയ്യും അല്ലെ. പോയിന്റ് ഓഫ് ടൈം ആണ് എന്നുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യും? സിൻസ് യൂസ് ചെയ്യും. ഓക്കെ. ഇനി അതൊരു പീരീഡ് ഓഫ് ടൈം ആണെങ്കിലോ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും? അവിടെ ഫോർ യൂസ് ചെയ്യും. ഇപ്പം എന്താണ്? ഷി ഹാസ് ബീൻ ലിവിംഗ് ഇൻ ഡൽഹി സിൻസ് 2010 എന്ന് പറയാം അല്ലെ. 2010 മുതൽ അവൾ എവിടെ താമസിക്കുകയായിരുന്നു? ഡൽഹിയിലായിരുന്നു. അപ്പം സിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഒരു ടൈം പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സിൻസ് യൂസ് ചെയ്യും. അതിലൊരു കാലയളവാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഏതായിരിക്കും? ഫോർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും നമ്മുടെ പ്രിപ്പോസിഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ഇപ്പൊ ഒരു കാലയളവ് പറയുകയാണെങ്കിലും അതിന്റെ കൂടെ ഫോർ ആണ് യൂസ് ചെയ്യുന്നത്. അതല്ല ഒരു ഷാർപ്പ് ടൈം ആണ്, ഒരു പോയിന്റ് ഓഫ് ടൈം ആണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യണം? സിൻസ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യണം. അതുപോലെ പ്രിപ്പോസിഷനകത്ത് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? സിൻസ് ഫോർ ഉണ്ട്, പിന്നീട് ഇന്ന്, ഓൺ, അറ്റ്, പല കേസുകൾ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ നോക്കിയിരിക്കുക, അത് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. നെക്സ്റ്റ് ബിസൈഡ്, ബിസൈഡ്സ്. ഓക്കെ, ബിസൈഡും ബിസൈഡ്സും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നീട് പ്രിപ്പോസിഷനകത്ത് ബൈ, അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രിപ്പോസിഷൻസ് ഉണ്ട്. ബിറ്റ്വീൻ, എമംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണോ അത് നോക്കിയിട്ടൊന്ന് പോവുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഡസ് നോട്ട് കണ്ടെയ്ൻ എ സൈലന്റ് ലെറ്റർ? ഇപ്പൊ സൈലന്റ് ലെറ്റർ ഇല്ലാത്ത വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് കൊണ്ട് വായിക്കാം. നോ, ബ്രഷ്, ടോക്ക്, കോളം. 4 ഓപ്ഷൻസിൽ സൈലന്റ് ലെറ്റർ, അതായത് ഒരു ലെറ്റർ പോലും നമ്മൾ സൈലന്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാത്ത വേർഡ് ഏതാണ്? നോക്കി, ഫസ്റ്റ് വേർഡ് ഏതാണ്? നോബ് എന്നാണ് അല്ലെ. നോബ് എന്ന് പറയുമ്പോൾ അവിടെ ഏത് വേർഡ് സൈലന്റ്, ഏത് ലെറ്റർ സൈലന്റ് ആണ്? കെ എന്ന് പറയുന്ന ലെറ്റർ അവിടെ സൈലന്റ് ആണ്, ആണല്ലോ. നോബ് എന്ന് പറയുമ്പോൾ അവിടെ കെ സൈലന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ബ്രഷ്. അവിടെ എല്ലാ ലെറ്റേഴ്സും പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്, എല്ലാ ആൽഫബറ്റ്സും. ബ്രഷ് എന്ന് പറയുമ്പോൾ എല്ലാം അവിടെ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. ഇനി ടോക്ക്. ടോക്ക് എന്ന് പറയുമ്പോഴോ അവിടെ എല് സൈലന്റ് ആണ് അല്ലെ. ടോക്ക് എന്ന് പറയുമ്പോൾ എല്ലാം അവിടെ സൈലന്റ് ആയിട്ട് വരുന്നുണ്ട്. കോളം. കോളം എന്ന് പറയുമ്പോഴോ അവിടെ എൻ സൈലന്റ് ആവുന്നുണ്ട് അല്ലെ. ഈ ഒരു എൻ എന്ന് പറയുന്ന ലെറ്റർ എന്താണ്? സൈലന്റ് ആവുന്നുണ്ട്. സോ അവർ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഏതാണ്? ബ്രഷ്. അപ്പൊ ഈ വേർഡ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കുക. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ആ വേർഡ്സ് എല്ലാം ഒന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കുക, അപ്പൊ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഓരോ വേർഡും പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളൊന്ന് അറിഞ്ഞത്. നോ, ടോക്ക്, കോളം. അതിൽ വരുന്ന എല്ലാ ലെറ്റേഴ്സും പ്രൊനൗൺസ് ചെയ്യുന്ന ഏത് വേർഡ് മാത്രം, അല്ലെങ്കിൽ സൈലന്റ് വരാത്തത് ഏത് മാത്രമേ ഉള്ളൂ? ബ്രഷ്. അപ്പം അവർ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ബ്രഷ് ആണ്. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The manager decided to call dash the meeting due to lack of attendance of the employees. The manager decided to call dash the meeting due to lack of attendance of the employees. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ എന്തായിരിക്കും? ഇവിടെ ഫ്രേസൽ വെർബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത്? കോൾ ഓൺ ആണോ, കോൾ അറ്റ് ആണോ, കോൾ അപ്പ് ആണോ, കോൾ ഓഫ് ആണോ വരുന്നത്? ഏതായിരിക്കും വരുന്നത്? പറയാമോ? അപ്പൊ ഈ കോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിന്റെയും മീനിങ് ഏകദേശം നമ്മൾ മെയിൻ ആയിട്ട് ഫ്രേസൽ വെർബ്സ് പഠിക്കും. പുട്ട്, ഗീവ്, കോള്, ബ്രിങ്, ടേക്ക്, ഇതൊക്കെ വെച്ചിട്ടുള്ള എല്ലാ ഫ്രേസൽ വെർബ്സും നമ്മൾ പഠിക്കുന്നതാണ്, ആണല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൾ ഓൺ. കോൾ ഓൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിന്റെ മീനിങ് എന്താണ്? കോൾ ഓൺ. കോൾ ഓൺ മീൻസ് ടു വിസിറ്റ് എ പേഴ്സൺ അല്ലെ. കോൾ ഓൺ മീൻസ് എന്താണ്? ടു വിസിറ്റ് എ പേഴ്സൺ. കോൾ ഓൺ, ടു വിസിറ്റ് എ പേഴ്സൺ. ഓക്കെ. ഇനി കോൾ അറ്റ് ആണെങ്കിലോ? ടു വിസിറ്റ് എ പ്ലേസ്. രണ്ടും സെയിം തന്നെയാണ്, ആള് മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക, പഠിക്കാനും എളുപ്പമാണ്. കോൾ ഓൺ, നമ്മളൊരു സ്ഥലം, ഒരു ആളെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതാണ് പറയുന്നത്? കോൾ ഓൺ ആണ് പറയുന്നത്. ഇനി അതിലൊരു പ്ലേസ് ആണ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്. ഓക്കെ. ഇനി കോൾ അപ്പ് മീൻസ് എന്താണ്? കോൾ അപ്പ്, റീകളക്ട്. ഓക്കെ, recollect. Call up means recollect. Call up, recollect. Call off ആണെങ്കിലോ? cancel. Okay, call off, cancel. So our answer is
ഓപ്ഷൻ ഡി. നോക്കിയേ, ദി മാനേജർ ഡിസൈഡഡ് ടു കോൾ ഓഫ് ദി മീറ്റിംഗ് ഡ്യൂ ടു ലാക്ക് ഓഫ് അറ്റൻഡൻസ് ഓഫ് ദി എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ അറ്റൻഡൻസിന്റെ ഷോർട്ടേജ് മൂലം മാനേജർ എന്ത് ചെയ്തു? മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ദി മാനേജർ ഡിസൈഡഡ് ടു കോൾ ഓഫ് ദി മീറ്റിംഗ് ഡ്യൂ ടു ലാക്ക് ഓഫ് അറ്റൻഡൻസ് ഓഫ് ദി എംപ്ലോയീസ്. അപ്പോൾ ഓർത്തിരിക്കുക, കോൾ ഓൺ മീൻസ് ടു വിസിറ്റ് എ പേഴ്സൺ, കോൾ അറ്റ് ടു വിസിറ്റ് എ പ്ലേസ്, കോൾ അപ്പ് എന്താണ്? റിക്കളക്ട്, നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കുക, റിക്കളക്ട് ചെയ്യുക. കോൾ ഓഫ് മീൻസ് ക്യാൻസൽ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ നമുക്ക്. ഈ ഫ്രേസൽ വെർബ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ എക്സാംസിനും ഒന്നിലധികം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഒട്ടും തള്ളിക്കളയാനായിട്ട് പാടില്ലാത്ത കാര്യങ്ങളാണ്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്ട്രക്ചറൽ വേർഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാറ്റഗറി 1, 2, 3, 4 എല്ലായിടത്തും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ സ്ട്രക്ചറൽ വേർഡ്, കോണ്ടന്റ് വേർഡ്. ഇതൊക്കെ എന്താണ്, അല്ലെ അതിന് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നോക്കിയേ, എന്താണ് സ്ട്രക്ചറൽ വേർഡ് അല്ലെങ്കിൽ എന്താണ് കോണ്ടന്റ് വേർഡ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കൂ. ഇവിടെ ചോദിച്ചിരിക്കുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്ട്രക്ചറൽ വേർഡ്. ഓപ്ഷൻ തന്നിട്ടുണ്ട് ഫ്രം, മെത്തേഡ്, മേക്ക്, ഐഡിയ. ഓക്കെ, അപ്പൊ എന്താണ് ഒരു സ്ട്രക്ചറൽ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്ട്രക്ചറൽ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനൊരു പ്രത്യേക മീനിങ് ഇല്ലാത്ത വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രക്ചറൽ വേർഡ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, ആർട്ടിക്കിൾസ്, ഓക്സിലറി വേർബ്സ്, അതൊക്കെ എന്താണ്? ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഘടകങ്ങൾ മാത്രം, അല്ലാതെ അതിനൊരു സെപ്പറേറ്റ് മീനിങ് നമുക്ക് പറയാനായിട്ട് കാണില്ല. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രക്ചറൽ വേർഡ്സ് അല്ലെങ്കിൽ ഫംഗ്ഷൻ വേർഡ്സ്. അതിന്റെ മറ്റൊരു വേർഡാണ് സ്ട്രക്ചറൽ വേർഡ് അല്ലെങ്കിൽ എന്ത് പറയും? ഫംഗ്ഷൻ വേർഡ് എന്ന് പറയും. ആ വേർഡ് കൂടി, ആ പേര് കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം എക്സാമിന് വേണമെങ്കിൽ എന്ത് ചോദിക്കാം? ഫംഗ്ഷൻ വേർഡ്സ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഓർത്തിരിക്കുക, സ്ട്രക്ചറൽ വേർഡ്സിന് മറ്റൊരു പേരെന്താണ്? ഫംഗ്ഷൻ വേർഡ്സ് എന്നാണ്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇപ്പൊ സ്ട്രക്ചറൽ വേർഡ്സിന് എക്സാമ്പിൾ പറഞ്ഞാൽ അതിലൊരു എന്താണ്, ഡെഫിനറ്റ് മീനിങ് ഇല്ലാത്ത വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രക്ചറൽ വേർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഓക്സിലറി വേർബ്സ്, പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, പിന്നെ ആർട്ടിക്കിൾസ്, ഇവയ്ക്കൊന്നും എന്താണ്? ഒരു സെപ്പറേറ്റ് മീനിങ് ഇല്ല, അല്ലെ? അവർക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു മീനിങ് ഇല്ല, പക്ഷെ അവ ആവശ്യമാണ്. ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്ന ടൈമിൽ അവര് ആവശ്യമാണ്. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫംഗ്ഷൻ വേർഡ്സ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ വേർഡ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ലെക്സിക്കൽ വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലെക്സിക്കൽ വേർഡ്സ് അല്ലെങ്കിൽ കോണ്ടന്റ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോണ്ടന്റ് വേർഡ്സിന്റെ മറ്റൊരു പേരാണ് ലെക്സിക്കൽ വേർഡ്സ്. ഓക്കെ, കോണ്ടന്റ് വേർഡ്സ് അല്ലെങ്കിൽ കോണ്ടന്റ് ഓർ ലെക്സിക്കൽ വേർഡ്സ്. ഓക്കെ, എന്താണ് ലെക്സിക്കൽ വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോണ്ടന്റ് വേർഡ്സ് എന്ന്? അവർക്കൊരു ഡെഫിനിറ്റ് മീനിങ് ഉണ്ട്. ഒരു സ്പെസിഫിക് മീനിങ് ഉള്ള വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോണ്ടന്റ് വേർഡ്സ് അല്ലെങ്കിൽ ലെക്സിക്കൽ വേർഡ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നൗൺ, വെർബ്, ആഡ്വർബ്, ആഡ്ജക്റ്റീവ്സ്. ഇപ്പൊ എല്ലാം ഏത് ഗ്രൂപ്പിൽ വരും? കോണ്ടന്റ് അല്ലെങ്കിൽ ലെക്സിക്കൽ വേർഡ്സിന്റെ ഗ്രൂപ്പിൽ വരുന്ന വേർഡ്സ് ആണ് ഏതെന്ന് പറയുന്നത്. ഒരു ഡെഫിനറ്റ് മീനിങ് ഉള്ള വേർഡ്സിനെയാണ് കോണ്ടന്റ് വേർഡ് അല്ലെങ്കിൽ ലെക്സിക്കൽ വേർഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓർത്തിരിക്കുക, നൗണ്, വെർബ്, ആഡ്ജക്റ്റീവ്, ആഡ്വർബ്, ഇതെല്ലാം എന്താണ്? ലെക്സിക്കൽ വേർഡ്സ് ആണ്. അപ്പൊ സ്ട്രക്ചറൽ വേർഡും കോണ്ടന്റ് വേർഡും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ആൻസർ പറഞ്ഞേ, സ്ട്രക്ചറൽ വേർഡിന് എക്സാമ്പിൾ ഏതാണ്? ഫ്രം ആണോ, മെത്തേഡ് ആണോ, മേക്ക് ആണോ, ഐഡിയ ആണോ? അപ്പൊ നമുക്ക് 4 ഓപ്ഷൻസ് ഒന്ന് വേഗം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. മെത്തേഡ് ഒരു രീതി, മേക്ക് ഉണ്ടാക്കിയെടുക്കുക, ഐഡിയ എന്താണ്? നമ്മുടെ തലയിൽ ഉദിക്കുന്ന ഒരു ബുദ്ധി, അല്ലെ? അപ്പൊ ഫ്രം എന്ന് പറയുമ്പോൾ അതിനൊരു സെപ്പറേറ്റ് മീനിങ് വരുന്നത്, അല്ലെ? ഫ്രം എന്ന് പറയുന്ന വേർഡ് ഏതിൽ വരുന്നതാണ്? പ്രിപ്പോസിഷനിൽ വരുന്ന ഒരു വേർഡാണ്. ബാക്കിയെല്ലാം എന്താണ്? വേർബും നൗണും ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്, അല്ലെ? ഇപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. സ്ട്രക്ചറൽ വേർഡിന് എക്സാമ്പിൾ ഏതാണ്? ഫ്രം ആണ്. ബാക്കി 3 എന്താണ്? കോണ്ടന്റ് വേർഡ്സ് ആണ്, അല്ലെ? ഇത് 3 എന്താണ്? കോണ്ടന്റ് വേർഡ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങള്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമ്മുടെ പ്രീവിയസ് ഇയറിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ എക്സാംസിന് പോവുക. ഈ പറഞ്ഞ മേഖലകളൊക്കെ നോക്കിയിട്ട് എക്സാമിന് പോവുക. കാരണം ഇനി എന്താണ്, നമ്മുടെ മുന്നിൽ അധികം സമയമൊന്നുമില്ല. എല്ലാം വാരി വലിച്ച് പഠിച്ചിട്ട് പോകാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫോക്കസ് ഏരിയാസ് മാത്രം പഠിച്ചുകൊണ്ട് ഒരു റിവിഷൻ എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.